ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഈ സീരീസിലെ ഇന്ത്യയുടെ ഏറ്റവും നല്ല ദിവസം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനാവുന്ന ഒരു ദിവസമാണ് കടന്നു പോയിരിക്കുന്നത്. ആദ്യത്തെ ടെസ്റ്റിലെ 2 ഇന്നിങ്സുകളിലും സംഭവിച്ചത് ഈ മത്സരത്തിലും സംഭവിക്കുമോ എന്നുള്ള നമ്മുടെ സംശയങ്ങളൊക്കെ അസ്ഥാനത്താക്കുന്ന ഒരു പ്രകടനമാണ് ഇന്ത്യൻ ബാറ്റർമാരിൽ നിന്നുണ്ടായത്. പ്രത്യേകിച്ച് ശുഭ്മാൻ ഗിൽ. ടെസ്റ്റിൽ ഇംഗ്ലണ്ടിൽ ഒരു ഇന്ത്യൻ ബാറ്ററുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രകടനമാണ് ഗില്ല് പുറത്തെടുത്തത്. അതായത് ആ ഒരു 269 റൺസ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബാറ്ററിന്റെ ഇംഗ്ലണ്ടിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ്. സ്കോർ മാത്രമല്ല, നമ്മളിപ്പോൾ ആ ഇന്നിങ്സിന്റെ തുടക്കം മുതൽ നോക്കിയാൽ ആ ഒരു കൺട്രോൾ പെർസെൻറ്റേജിലായാലും ഗില്ല് വളരെയധികം മുന്നിട്ട് നിന്നിട്ടുണ്ട്. അതിപ്പോൾ ഇന്നലെ ഓൾറെഡി വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ സെഞ്ചുറി തികച്ചപ്പോൾ 96.5 ആയിരുന്നു നമ്മുടെ ശുഭ്മാൻ ഗില്ലിന്റെ കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മൾ മൊത്തത്തിൽ നോക്കിയാൽ അങ്ങനെ യാതൊരുവിധ പിഴവുകളും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത ഒരു എക്സ്ട്രാ ഓർഡിനറി ഇന്നിങ്സ് തന്നെയാണ് ഗില്ല് കാഴ്ചവെച്ചത്. അങ്ങനെ ക്യാപ്റ്റൻ കൂടിയായി ഗില്ല് മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഇപ്പോൾ ആദ്യത്തെ മത്സരത്തിൽ 2 ഇന്നിങ്സിലും ഉണ്ടായ ആ ഒരു കൂട്ടത്തകർച്ചയൊന്നും ഈ ഒരു മത്സരത്തിൽ നേരിടേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ ഈ മത്സരത്തിൽ ഈ ഇന്നിങ്സിൽ ഒരു ഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 211 എന്ന നിലയിലായിരുന്നു ഇന്ത്യ. അതായത് നമ്മുടെ പന്തിന്റെ വിക്കറ്റ് പോയി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നിതീഷ് വിക്കറ്റ് പോകുന്നു. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും മികച്ച നിലയിൽ നിന്ന് ഇന്ത്യ കൂപ്പ് ഊതിയിട്ടുണ്ട്. അപ്പൊ 211-5 എന്ന നിലയിൽ നിന്ന് ഇപ്പൊ ഞാൻ ഇന്നലത്തെ ആ ഒരു വീഡിയോയിലായാലും പറഞ്ഞത് ഒരു 450 എങ്കിലും ഇന്ത്യ എത്താൻ വേണ്ടി ശ്രമിക്കണമെന്നാണ്. എന്നാൽ ഗില്ല് ഉറച്ചു നിന്നതോടെ, അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ മികച്ചൊരു പിന്തുണ കൊടുത്തതോടുകൂടി നമ്മൾ പറഞ്ഞ സ്കോറിനേക്കാളൊക്കെ അധികം ഇന്ത്യക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു. ഇനി ബാറ്റേഴ്സ് മാത്രമല്ല, അവർ കിട്ടിയ ആ ഒരു ചെറിയ സ്പേസിൽ സീം ബോളേഴ്സും മികച്ച രീതിയിലാണ് പന്തെറിഞ്ഞത്. ഇവിടെ ടീമിലേക്ക് എത്തിയ ആകാശ്ദീപാണ് അതിന് തുടക്കം കുറിച്ചത്. തുടർച്ചയായിട്ടുള്ള 2 പന്തുകളിൽ 2 വിക്കറ്റുകൾ നേടിയിട്ട് ആകാശ്ദീപ് അതിന് തുടക്കം ഇട്ട് കഴിഞ്ഞപ്പോൾ അതിന് പിറകെ തന്നെ നമ്മുടെ സിറാജ്, ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ ആദ്യ സ്പെല്ല് ഒഴിച്ചു നിർത്തിയാൽ നല്ല രീതിയിൽ തന്നെയാണ് സിറാജ് ബോൾ ചെയ്തത്. പക്ഷെ അൺലക്കി ആയിരുന്നു, കുറെ പ്ലേസ് ആൻഡ് മിസ്സ് വന്നെങ്കിലും വിക്കറ്റ് കിട്ടിയില്ല. എന്നാൽ ഈ മത്സരത്തിൽ വിക്കറ്റ് കോളത്തിൽ എത്താൻ നമ്മുടെ സിറാജിനുമായി. അപ്പോൾ വളരെ ഒരു ശക്തമായ നിലയിലാണ് ഇന്നത്തെ ഒരു ദിവസം ഇന്ത്യ അവസാനിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ഈ ദിവസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ ആ ഒരു 99 റൺസ് എന്നൊരു പാർട്ണർഷിപ്പിലാണ് മത്സരം അവസാനിപ്പിക്കുമ്പോൾ ഗില്ലും ജഡേജയും കളി നിർത്തിയത്. ഇന്നത്തെ ദിവസം ആ ഒരു പെർഫോമൻസിന്റെ കണ്ടിന്യൂവേഷൻ ആയിരുന്നു. അപ്പോൾ 99 നിന്ന പാർട്ണർഷിപ്പ് 213 എത്തിച്ചു. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു 450 എന്ന ഫിഗറിന് തൊട്ടടുത്ത്, അതായത് 414 എത്തിയപ്പോഴാണ് ജഡേജയുടെ വിക്കറ്റ് നഷ്ടപ്പെടുന്നത്. അത് 89 റൺസിനാണ് ജഡേജ പുറത്താവുന്നത്. ഒരു വെൽ ഡിസേർവ്ഡ് 100 ജഡേജയ്ക്കായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു അറിയാമല്ലോ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇന്നലെ ചില പന്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആ ഒരു റിയറിംഗ് ബൗൺസ് പിച്ചിൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മികച്ച ബൗൺസറിലാണ് നമ്മുടെ ജഡേജയ്ക്ക് വിക്കറ്റ് നഷ്ടമായത്. ഇപ്പൊ ജഡേജയുടെ വിക്കറ്റ് എടുത്തത് ജോഷ് ടങ്ക് ആണ്. ഇപ്പൊ ഇന്നലെ നന്നായിട്ട് അടികൊണ്ട പ്ലെയറാണ് ജോഷ് ടങ്ക്. ഇന്നലെ നമ്മുടെ ജഡേജയുടെ വിക്കറ്റ് എടുത്തു. അത് കഴിഞ്ഞ് വാഷിംഗ്ടൺ സുന്ദർ വന്നു. ഇപ്പൊ നമ്മൾ ഈ ടീമിന്റെ ആ ഒരു ചേഞ്ചിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യ ശ്രമിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഡിഫെൻസീവ് ആയിട്ടുള്ള രീതിയിൽ, അതായത് ബാറ്റിംഗ് ഡെപ്ത് കൂടുന്ന രീതിയിലാണ് ഇന്ത്യ എന്തായാലും കളിച്ചത്. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പിന് എന്തായാലും പോസിറ്റീവായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതായത് വാഷിംഗ്ടൺ സുന്ദർ 42 റൺസ് എടുത്തിട്ട് ഗില്ലിന് മികച്ചൊരു പിന്തുണ നൽകി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞ മത്സരത്തിലുണ്ടായ ഒരു കൂട്ടത്തകർച്ച ഇന്ത്യക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നില്ല. അപ്പോൾ ജഡേജ പുറത്തായി. അതിനുശേഷം നമ്മുടെ സുന്ദർ നല്ലൊരു പിന്തുണ നൽകിയതോടുകൂടി അവിടെയും ഒരു 100+ പാർട്ണർഷിപ്പ് വന്നു. ഇപ്പോൾ 7ാം വിക്കറ്റിൽ ഇന്ത്യ കൂടി ചേർത്തത് 144 റൺസാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 42 റൺസ് എടുത്തിട്ട് സുന്ദർ മികച്ച പിന്തുണ നൽകി. അപ്പോൾ ഒരു സൈഡിൽ ഫ്ലോലെസ് ആയിട്ട് ശുഭ്മാൻ ഗിൽ ബാറ്റിംഗ് തുടരുന്നതിനോടൊപ്പമാണ് നമ്മുടെ ജഡേജയും സുന്ദറും ഒക്കെ നന്നായിട്ട് കളിച്ചത്. പിന്നീട് ഇപ്പോൾ ആകാശ്ദീപ് ആയാലും 6 റൺസ്, സിറാജ് ആയാലും 8 റൺസ്, പ്രസിദ്ധ ആയാലും 5 റൺസ്. ഇവരുടെ എല്ലാം ഇന്നിങ്സ് ശ്രദ്ധിച്ചാൽ ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് ക്രീസിൽ നിൽക്കാനായിട്ടുള്ള ശ്രമം നടത്തി. ഇപ്പം നമ്മൾ ആകാശ്ദീപ് നോക്കി കഴിഞ്ഞാൽ 13 ബോളിൽ 6, അതുപോലെ സിറാജ് 23 പന്തിൽ 8, പ്രസിദ്ധ് 20 ബോളിൽ 5. അതായത് ചെറുത്ത് നിൽക്കാനുള്ള ശ്രമം ഇന്ത്യ നടത്തി. ഇപ്പൊ അതിന് മുൻപ് നമ്മുടെ ആ ഒരു 2 പാർട്ണർഷിപ്പ് കൂടി വന്നപ്പോഴേക്കും വളരെ മികച്ച നിലയിൽ 587 റൺസ് എന്നൊരു നിലയിൽ ഇന്ത്യ എത്തി. ഗില്ല് ഒരു 300 ചെയ്തിരുന്നു. പക്ഷേ ജോഷ് ടങ്ങിന്റെ മതിൽ തന്നെ ആ ഒരു ടയേർഡ് ഷോട്ട് ആയിരുന്നു അത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ടൈം ചെയ്ത് ബൗണ്ടറിയിൽ എത്തിക്കാൻ ഗില്ലിന് കഴിഞ്ഞില്ല. അങ്ങനെ ഗില്ലിന്റെ ഇന്നിങ്സ് 269 ഒതുങ്ങി. എക്സ്ട്രാ ഓർഡിനറി ഇന്നിങ്സ് ആയിരുന്നു. ഇപ്പൊ ഇന്നത്തെ ഒരു ബോളിംഗ് സ്ട്രാറ്റജി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഒരു ഷോർട്ട് ബോളുകൾ. ഇപ്പൊ ഇന്നലത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ സ്റ്റമ്പിനെ അറ്റാക്ക് ചെയ്തെങ്കിൽ ഇന്ന് ഒരു ഷോർട്ട് ബോൾ പ്ലോയാണ് അവർ കൂടുതൽ എംപ്ലോയ് ചെയ്തത്. എന്നാൽ അതിനൊന്നും ഗില്ലിന്റെ ആ ഒരു ഇന്നിങ്സിനെ ഡെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവസാനം വരെയും ഗില്ല് ആ ഒരു മികച്ച രീതിയിൽ തന്നെ കളിച്ചു. ഇനി നമ്മൾ ഇംഗ്ലണ്ടിന്റെ ബോളേഴ്സ് നോക്കിയാൽ ഷോയബ് ബാഷ്റാണ് വിക്കറ്റ് നേട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നത്. 3 വിക്കറ്റ് എടുത്തു. പിന്നെ ക്രിസ് വോക്സ്, ജോഷ് ടങ്ക് എന്നിവർ 2 വിക്കറ്റ് വീതം എടുത്തു. ബ്രൈഡൻ ഗാർഡ്സ് 1 വിക്കറ്റ്, സ്റ്റോക്സ് 1 വിക്കറ്റ്, അതുപോലെ റൂട്ടിന് 1 വിക്കറ്റ് കിട്ടി. വാഷിംഗ്ടൺ സുന്ദർ റോങ് ലൈനിൽ പ്ലേ ചെയ്ത് അപ്പോൾ റൂട്ടിന്റെ മതിൽ പുറത്താവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നമ്മുടെ ഇംഗ്ലണ്ടിന്റെ ബോളിംഗ് വരുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയുടെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, അപ്പോൾ ആ ഒരു ചെറിയ സ്പേസ് ഇംഗ്ലണ്ടിനെതിരെ ആ ഒരു ദിവസത്തിന്റെ അവസാനം കിട്ടിയ ആ ഒരു 20 ഓവർ വളരെ മികച്ച രീതിയിൽ തന്നെ ഇന്ത്യ യൂട്ടിലൈസ് ചെയ്തു.
അതായത് വളരെ നല്ല രീതിയിൽ തന്നെ പന്തെറിഞ്ഞു. അപ്പോൾ ആ ഒരു ഫയർ ഇപ്പം പിച്ചിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് സർഫസ് ആണ്, അത്രയും ബോളിങ്ങിനെ പിന്തുണയ്ക്കുന്ന, ബോളിങ്ങിന് കണ്ട്യൂസീവ് ആയിട്ടുള്ള ഒരു സർഫസ് അല്ല. അപ്പോൾ ആ ഒരു ഇന്നിങ്സിന്റെ തുടക്കത്തിൽ കിട്ടിയ ആ ഒരു നിപ്പൊക്കെ ഇവർ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ബെൻഡക്കിന്റെ ഒരു റെയർ ഫെയിലിയർ ആയിരുന്നു, ആകാശ് ദീപിനാണ് വിക്കറ്റ് കിട്ടിയത്. പിന്നീട് തൊട്ടടുത്ത പന്തിൽ തന്നെ നമ്മുടെ ഒലി പോപ്പ് ഒരു ഗോൾഡൻ ഡക്കിന് പുറത്തായി, അതും ആകാശ് ദീപിന്റെ പന്തിൽ തന്നെയായിരുന്നു. പിന്നെ സിറാജ് വളരെ മികച്ച രീതിയിൽ ബോൾ ചെയ്തു. ഇപ്പോൾ ക്രോളിയുടെ വിക്കറ്റ് എടുത്തു. അത് മാത്രമല്ല ഹാരി ബ്രൂക്കിന്റെ തുടക്കം ഒട്ടും മികച്ചതായിരുന്നില്ല. തുടർച്ചയായിട്ട് ഹാരി ബ്രൂക്കിന്റെ ബാറ്റിനെ ബീറ്റ് ചെയ്യാൻ സിറാജിനായി. അപ്പോൾ അങ്ങനെ, പക്ഷേ എന്നാലും ബ്രൂക്കിന്റെ വിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ അത് കിട്ടേണ്ടതായിരുന്നു. പിന്നെ ഒരു ക്ലോസ് കോള്, നമ്മുടെ ഒരു അമ്പയർസ് കോൾ വന്നപ്പോഴേക്കും രക്ഷപ്പെട്ടു. അങ്ങനെ വളരെ ആശാവഹമായ രീതിയിലാണ് ഇന്ത്യ ബോൾ ചെയ്തത്. അപ്പോൾ ബ്രൂക്ക് ഒരുവിധം രക്ഷപ്പെട്ടു പോയി എന്ന് വേണം പറയാൻ. ഇപ്പോൾ അവരുടെ പാർട്ണർഷിപ്പ് ഒരു 50+ പാർട്ണർഷിപ്പായി. ഇപ്പോൾ കളി അവസാനിപ്പിക്കുമ്പോൾ 77-3 എന്ന നിലയിലാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മത്സരത്തിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ദിവസമായിരിക്കും നമ്മുടെ നാളത്തെ 3ാമത്തെ ദിവസം എന്ന് പറയുന്നത്. കാരണം 7 വിക്കറ്റാണ് ഇംഗ്ലണ്ട് ബാക്കിയുള്ളത്. ഇപ്പോൾ 510 എന്നൊരു വലിയ സ്കോർ, ഇനി ട്രെയിലിംഗ് ആണ് അവർ. അപ്പോൾ നാളെ അവർക്ക് ഒരു നല്ല റൺ റേറ്റിൽ കളിക്കാനായാൽ മാത്രമേ ഈ ഒരു സ്കോറിൽ നിന്നൊരു മാച്ച് ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഇപ്പോൾ ഇന്ത്യ ആയി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-300 താഴെ ഇവരെ ഒതുക്കുക എന്നുള്ളതായിരിക്കും. അതായത് നല്ലൊരു ഹെഫ്റ്റി ലീഡ് നേടാനായി കഴിഞ്ഞാൽ ഒന്നുകിൽ ഇന്ത്യ ജയിക്കുക അല്ലെങ്കിൽ ഡ്രോ, ഈ 2 റിസൾട്ട് മാത്രമേ പോസിബിൾ ആവുകയുള്ളൂ. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇന്ത്യ 3 വിക്കറ്റ് വീഴ്ത്തിയെങ്കിലും ഭയങ്കര ബോളിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സർഫസ് ഒന്നും അല്ല ഇത്. ഇവർക്ക് ബാറ്റ് ചെയ്യാനാണെങ്കിൽ ബാറ്റ് ചെയ്ത് നല്ലൊരു സ്കോറിൽ എത്താവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു ബോളിംഗ് പെർഫോമൻസ് എന്ന് പറയുന്നത് സ്പെഷ്യലാണ്. പ്രത്യേകിച്ച് ബുംറ ഇല്ലാത്തൊരു അവസരത്തിൽ വളരെ മികച്ച രീതിയിൽ ആണ് ഇവർ ബോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നാളെ ഈ പെർഫോമൻസ് വീണ്ടും ആവർത്തിക്കാനായാൽ, ഇംഗ്ലണ്ടിനെ ഒരു 300-ൽ താഴെ ഒതുക്കാനായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ 300-350 ഒരു 200 റൺസിന്റെ എങ്കിലും ലീഡ് നേടാനായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ വളരെ ഡോമിനന്റ് ആയിട്ടുള്ള പൊസിഷനിലെത്തും. ഇപ്പോൾ ആദ്യത്തെ മത്സരം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനെ ഔട്ട് ബാറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു 2 ഇന്നിങ്സിലും. പക്ഷെ അവിടെ ആ ഒരു കൂട്ടത്തകർച്ച വന്നതോടുകൂടി അതിന് കഴിഞ്ഞില്ല. എന്നാൽ ഈ മത്സരത്തിൽ തീർച്ചയായിട്ടും അവർ ആ ഒരു സാഹചര്യം മുതലെടുത്തിട്ടുണ്ട്. അതായത് ഇംഗ്ലണ്ടിനെ ഔട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ വരെ ഇന്ത്യ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇനി ബോളേഴ്സിന്റെ കയ്യിലാണ്. അപ്പോൾ ഇന്ന് കളിച്ചതുപോലെ മികച്ച രീതിയിൽ തന്നെ വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അനുകൂലമായേക്കാം എന്നൊരു മത്സരമായിരിക്കും ഇത്. ഇനിയൊരു ഡോമിനന്റ് പൊസിഷൻ കൊണ്ട് കളഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് പരമ്പരയിൽ ഒപ്പം എത്താനുള്ളൊരു അവസരമാണ്. ഇതെല്ലാം നാളത്തെ ദിവസം എങ്ങനെ വരും എന്നുള്ളതിനനുസരിച്ചിരിക്കും. ഇനി ഒരു പക്ഷേ ഈ സീരീസിന്റെ തന്നെ വിധി നിർണ്ണയിക്കപ്പെട്ടെന്ന് വരാം ഈ നാളത്തെ ദിവസത്തെ മത്സരം. ഇന്ത്യ മികച്ച രീതിയിൽ കളിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ആ ഒരു സീരീസ് ലെവലാക്കാനും കൂടുതൽ ആത്മവിശ്വാസത്തോടെ 3ാം മത്സരത്തിൽ ലോർഡ്സിലേക്ക് പോകാനും കഴിയും. പ്രത്യേകിച്ച് ബുംറ കൂടി തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ ഒന്നുകൂടി ഇന്ത്യ സ്ട്രോങ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 3ാമത്തെ ദിവസം ഒരു മൂവിംഗ് ഡേ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ദിവസത്തെ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.